സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിനിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. 4 തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു. ഇതിൽ ബീഹാർ സ്വദേശി ഉത്തം എന്ന തൊഴിലാളി മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു, ഗുരുതരമായി പരിക്കേറ്റു. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇരുമ്പ് ഗോവേണി തകർന്ന് ഇവരുടെ മുകളിൽ വീണാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കൊച്ചി സ്മാർട്ട് സിറ്റി നിർമ്മാണം ലുലു ഗ്രൂപ്പിന്റെ ഒരു കെട്ടിട നിർമ്മാണമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 5 പേർ മൊത്തം ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ സൂപ്പർവൈസറാണ്. ഈ സൂപ്പർവൈസർ പുറത്തു നിന്ന് ഈ പണികൾ നിയന്ത്രിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. 4 പേർ ഈ ഗോവേണിയിൽ ഉണ്ടായിരുന്നു. ഇത് തകർന്നു വീഴുന്ന ദാരുണമായ സംഭവം ഉണ്ടാകുകയും തുടർന്ന് ഒരു ബീഹാർ സ്വദേശിയുടെ മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നവമി ദിനേശ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഈ ഭാഗത്ത് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. ഇതിനിടയിലാണ് ഇതുപോലൊരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഉത്തം എന്ന ബീഹാർ സ്വദേശിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. മറ്റ് 3 പേരും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ പരിക്കും കാര്യമായി തന്നെ ഗുരുതരമായ പരിക്കുകൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. നവമി തുടരുന്നുണ്ട്. നവമി 5 പേരായിരുന്നു അല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? മറ്റു തൊഴിലാളികളൊന്നും ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുകയോ അപകടത്തിൽപ്പെടുകയോ മറ്റു ചെയ്തിട്ടില്ലല്ലോ അല്ലേ? മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണോ ഇവിടം? അതെ രഞ്ജിത്ത്, ഇപ്പോൾ മറ്റ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൽ 4 പേരുടെ നിലയാണ് ഗുരുതരം. അതിൽ ഒരാൾ മരിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും തോന്നുന്നു. 21 നില കെട്ടിടമാണിത്. ഈ 21 നില കെട്ടിടത്തിന്റെ പണി കുറച്ച് നാളുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഈ പെയിന്റ് അടിക്കാനും അല്ല മറ്റ് ചില പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുമ്പിന്റെ ഇത്തരത്തിലൊരു കോവണി പോലെ കെട്ടി വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു അശാസ്ത്രീയത, ഈ നിർമ്മാണത്തിലെ ഒരു അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ ഈ കോവണി ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതിൽ ഇവിടെ 4 പേരായിരുന്നു ഇതിന്റെ മുകളിൽ കയറി നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ സൂപ്പർവൈസറാണ്. അയാൾ താഴെ തന്നെയായിരുന്നു നിന്നത്. അവരായിരുന്നു ഇവർ 4 പേർക്കും ഈ ഇതിലുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും മുകളിൽ നിന്ന ആളായിരുന്നു ബീഹാർ സ്വദേശി ഉത്തമാണ് ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് കൂടി നമുക്ക് പുറത്തു വരികയും ചെയ്യുന്നത്. ബാക്കി 3 പേരും മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. ഇവര് 4 പേരും ഈ കോവണിയുടെ അടിയിൽപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി അത് മുറിച്ച് മാറ്റിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഇവിടെ മറ്റ് തൊഴിലാളികളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും തോന്നുന്നു. മറ്റ് തൊഴിലാളികളൊക്കെ ഇവിടെ ഉണ്ട്. ഈ സംഭവം ഭാഗത്ത് നിന്നായിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ തകർന്ന കോവണിയുടെ ഭാഗത്ത് 5 പേരാണ് ഉണ്ടായിരുന്നത്. അത് 4 പേരാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും താൽക്കാലികമായി ഇവിടെയുള്ള പണി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് ലുലു ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു കെട്ടിടമാണ്. ഇത് കുറച്ച് നാളുകളായി, ഇത് 21 നില കെട്ടിടമാണ്. കുറച്ച് നാളുകളായി ഇതിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു ഇതിന്റെ പണികൾ. അതിനിടയിലാണ് ഇത്രയും വലിയൊരു അപകടം ഇവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആശുപത്രിയിൽ നിന്നും നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയുന്ന വിവരം അനുസരിച്ച് 3 പേരുടെയും 2 പേരുടെ നില തൃപ്തികരമാണ്. ഒരാളെ ഐസിയുവിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെയാണ് ഈ അപകടം സംഭവിച്ചത്. പോലീസ് ഈ സ്ഥലത്തിന് നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. അവിടെ പണി നിർത്തിവെച്ചിരിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. 5 പേർ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇതിൽ 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾ മരിച്ചു, ഒരാളുടെ നില ഗുരുതരമാണ്. ഇപ്പോഴും 2 പേർ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നവമി തുടരാം. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ട്. ഏതായാലും വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതായിരുന്നു.
ഭാഗ്യവശാൽ ഈ 4 തൊഴിലാളികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. കുറച്ചുകൂടി പകൽ സമയമായാൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത് 4 പേർ അപകടത്തിൽപ്പെട്ടു, ഒരു മരണം സംഭവിക്കുന്നു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്നുള്ളതും ഇപ്പോൾ സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. 2 പേർ അപകടനില തരണം ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമടക്കം അവിടെയുണ്ട്. അവർ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താണ് അപകട കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടി വരും. ഇരുമ്പ് ഗോവേണി തകർന്നാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു മരണം സംഭവിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നവമി ദിനേശ് അവിടെ തുടരുന്നുണ്ട്. നവമി, പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സാന്നിധ്യം കാണാം. ഇനി എന്തൊക്കെയാണ് അവരുടെ നടപടികൾ? എന്തായാലും ലുലു ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവര് ഇവിടെ പരിശോധിക്കുകയാണ് എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ച കാര്യം എന്താണെന്ന് അവരും ഇവിടെ എത്തി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ കോവണിയിലെ അശാസ്ത്രീയമായ നിർമ്മാണം, അതില് ഈ ഇരുമ്പിന്റെ കോവണിയാണ്, അതില് സ്ക്രൂ ഒക്കെ വെച്ച് മാത്രമാണ് അത്, പിന്നെ സ്ക്രൂവും ഒപ്പം തന്നെ കയറും ഉപയോഗിച്ച് മാത്രമാണ് അത് കെട്ടിയിരുന്നത്. അതിലെന്തോ അപാകത സംഭവിച്ചു, അങ്ങനെയാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്കും ഇതിൽ കാണാൻ കഴിയുന്നത്. ഇത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോവണിയാണ്. അത് അതിലേതോ അപാകത, എന്തോ ഒരു അശാസ്ത്രീയമായിട്ടുള്ള, അത് കെട്ടിയ എന്തോ രീതി ശരിയായിട്ടില്ല, അത് തന്നെയാണ് അതിങ്ങനെ പൊളിഞ്ഞു വീഴാൻ കാരണമുണ്ടായിരുന്നത്. ഇതിന്റെ മുകളിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ മരിച്ചു. ബാക്കി 3 പേരിൽ ഒരാളുടെ നില അല്പം 3 പേരിൽ ഒരാളുടെ നില അല്പം ഗുരുതരമായി തുടരുന്നുണ്ട്. അയാൾ ആശുപത്രിയിലാണ്. ബാക്കി 2 പേരും നില പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇനി രക്ഷപ്പെടുത്തലുകളൊന്നുമില്ല. 4 പേരെ ആയിരുന്നു ഇതിൽ കിടന്നിരുന്നത്. അവരെ കൃത്യമായി തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടായതെന്നുള്ളൊരു അന്വേഷണമായിരിക്കും ഇനി പോവുക. ഇത് ലുലുവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇതിന്റെ നിർമ്മാണം കുറച്ച് നാളുകളായി തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. 21 നില കെട്ടിടമാണ്. ഇവിടെ പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും മറ്റു തൊഴിലാളികളും ഇവിടെയുണ്ട്. പക്ഷേ ഈ സമയത്ത് ഈ കോവണി തകർന്നു വീഴുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സൂപ്പർവൈസർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി പണിക്കാരെല്ലാം ഈ കെട്ടിടത്തിന്റെ ഉൾഭാഗങ്ങളിലായി നിന്നൊക്കെ പണി ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ സംഭവം അറിഞ്ഞ് ഇവരെല്ലാം ഓടിയെത്തി വളരെ പ്രയാസപ്പെട്ട് ഈ ഇരുമ്പ് മുറിച്ച് ആദ്യം തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ ഇരുമ്പ് മുറിച്ചെടുത്താണ് ഈ 4 പേരെയും ഈ കോവണിയുടെ ഉള്ളിൽ അകപ്പെട്ടുപോയ ഈ 4 പേരെയും രക്ഷപ്പെടുത്തിയത്. അവരെ 4 പേരെയും പുറത്തെത്തിച്ചത്. പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും ഈ 4 പേരും ഇപ്പോൾ സൺറൈസ് ആശുപത്രിയിലാണ്. മരിച്ചത് ബീഹാർ സ്വദേശിയായിട്ടുള്ള ഉത്തമാണ്. ബാക്കി 3 പേരുടെയും അപകടനില തരണം ചെയ്തു. അതിൽ ഒരാൾക്ക് അല്പം ഗുരുതരമാണ്. അയാൾ ഐസിയുലാണ് എന്നുകൂടി വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കൂടുതൽ നിരീക്ഷണമേ, എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന കാരണം ഇനി ശാസ്ത്രീയ ഈ നിർമ്മാണത്തിൽ ഈ കോവണിയുടെ നിർമ്മാണത്തിലെ ഒരു അപാകത തന്നെയാണോ ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചതെന്ന കൂടുതൽ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു മരണം എന്തായാലും സംഭവിച്ചിരിക്കുന്നു. ദാരുണമായ ഒരു സംഭവമാണ്. ഒരു ബീഹാർ സ്വദേശി ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം അതാണ്. ഈ ഏണി തകർന്നു വീണാണ്, ഇരുമ്പ് കൊണ്ടുള്ള ഏണി തകർന്നു വീണാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം മരിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റ സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് നവമി ദിനേശാണ് പ്രധാനപ്പെട്ട വിവരം നൽകിയത്.